രണ്ട് പാനലിസ്റ്റ് കുറെ നേരമായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല അസഹിഷ്ണുത ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാം. തൊഴിലില്ലായ്മയെ പറ്റി ഇവിടെ സംസാരിച്ചു. ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? PSC വഴി നേരത്തെയുള്ള ഗവൺമെന്റ് നടത്തിയതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. കണക്കുകളാണ്. അതിനു വേണ്ടിയിട്ട് യുവസംഘടനകളെല്ലാം ചേർന്നൊരു യുണൈറ്റഡ് ആയിട്ടൊരു എന്തോ ആലോചിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതിനു ശേഷം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ CPO റാങ്ക് ലിസ്റ്റിലുള്ള കുറെ പേര് പട്ടിണി കിടന്നു. പട്ടിയെ പോലെ ബിസ്ക്കറ്റ് തലേന്നൊക്കെ കടിച്ചു തിന്നു, മണ്ണ് തിന്നു, ശവമഞ്ചത്തിൽ കിടന്നു. ഇതൊക്കെ നിങ്ങളുടെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങളാണ്. അങ്ങനെ നിങ്ങൾക്ക് കേരളത്തിലെ ആളുകളുടെ തൊഴിലിനെ പറ്റി അത്ര ബോധേഡാണ് നിങ്ങളെങ്കിൽ PSC ലിസ്റ്റുള്ളവർക്ക് ജോലി കൊടുക്ക്. നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ പിൻവാതിൽ നിയമനം ഒഴിവാക്ക്. പിൻവാതിൽ നിയമനം അല്ല, നിങ്ങളുടെ പിൻവാതിൽ നിയമനം. നീ ഒന്നും പറയണ്ട. കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്റെ ചോദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ. ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കാതെ സർ, ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കാതെ സർ, ഞാൻ ചോദിക്കട്ടെ. ഒരു മാറ്റവും ഇല്ലല്ലോ. രണ്ട് പാനലിസ്റ്റ് കുറെ നേരമായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല അസഹിഷ്ണുത ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാം. രണ്ട് പാനലിസ്റ്റ് കുറെ നേരമായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല അസഹിഷ്ണുത ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാം. മറുപടിയാണ് പറയുന്നത്. അതുകൊണ്ട് ഇത്ര സങ്കടമുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ കുടുംബക്കാർക്ക് ഈ ജോലികളൊക്കെ കൊടുക്കുന്നൊക്കെ മാറ്റിവെച്ച് അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുത്ത് ഇവിടുത്തെ തൊഴിലില്ലായ്മ ഒന്ന് ഒഴിവാക്കി തരിക. നിങ്ങളൊന്ന് സഹായിക്കും. പ്രതിഭയാണ്, പ്രതിഭാസമാണ്.